ഗുഡ് ഈവനിങ് ഓൾ. നമ്മൾ ഇന്ന് എല്ലാവരോടും ഒത്തുകൂടിയിരിക്കുന്നത് നമ്മുടെ ട്രെയിനേഴ്സ് ടോക്കിന്റെ ഭാഗമായിട്ടാണല്ലേ. അപ്പൊ എല്ലാവരെയും വളരെ ഹാർദവമായി ഞാൻ ഈ ഒരു ട്രെയിനേഴ്സ് ടോക്കിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ഓൾ. എന്നെ ഒന്ന് പരിചയപ്പെടുത്താം ആദ്യം. എൻ്റെ പേര് അനൂജ. ഞാനൊരു സൈക്കോളജിക്കൽ കൗൺസിലർ ആണ്. ഒറ്റപ്പാലം സ്വദേശിയാണ്. സൈക്കോളജിക്കൽ കൗൺസിലർ ആയിട്ട് ഏകദേശം ഒരു വർഷത്തോളമായി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് വളരെ യാദൃശികമായിട്ടാണ് ഞാൻ ഈ ഒരു മേഖലയിലേക്ക് എത്തിപ്പെട്ടത്. ഒന്നും അറിയാത്ത, അതായത് ഒരു പി എസ് സി ഒക്കെ കുറെ നാള് പി എസ് സിക്കൊക്കെ വേണ്ടി കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെ അങ്ങനെ ചെയ്ത് അവിടെ എനിക്ക് വിചാരിച്ച പോലെ ഒരു വിജയം കണ്ടെത്താൻ പറ്റാതിരുന്നപ്പോൾ ടോട്ടലി ഡിപ്രസ്ഡ് ആയി. അപ്പൊ ആ ഒരു സമയത്താണ് എൻ്റെ ഹസ്ബൻഡ് വഴി ഞാൻ ഈ ഒരു കൗൺസിലിംഗ് സൈക്കോളജിയിലേക്ക് എത്തിപ്പെട്ടത്. പക്ഷെ അവിടെ ചെല്ലുന്ന ആ സമയത്ത് എനിക്ക് കൗൺസിലിംഗ് സൈക്കോളജി എന്താണെന്ന് ഒന്നും അറിയില്ല. അതിന്റെ സ്പെല്ലിംഗ് അല്ലാതെ വേറെ ഒന്നും അറിയണ്ടായിരുന്നില്ല ആ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ. പിന്നെ അവിടെ ചെന്ന് നമുക്ക് അവിടെ ഒരുപാട് ടാസ്കുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് നമുക്ക് അവിടെ ചെയ്യാനുണ്ടായിരുന്നു. നമുക്ക് പെർഫോം ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു മേഖലയെ ഇഷ്ടപ്പെട്ടതും ഇതാണ് എൻ്റെ കരിയർ എന്ന് ഞാൻ തിരഞ്ഞെടുത്തത്. അങ്ങനെ ഈ ഒരു കോഴ്സ് ഏകദേശം പകുതി ആയപ്പോൾ ഞാൻ കൗൺസിലിംഗ് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ കോഴ്സ് കംപ്ലീറ്റ് ആവുന്നതോടുകൂടി ഒരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ അങ്ങനെ ഒരു അങ്ങനെ കൗൺസിലിംഗ് സെന്റർ അങ്ങനെ ആയിട്ട് മുന്നോട്ട് പോകുമായിരുന്നു. ആ ഒരു സമയത്താണ് CBT പഠിക്കാനുള്ള ഒരു ആഗ്രഹം വന്നത് എനിക്ക്. അങ്ങനെ ഞാൻ ഫേസ്ബുക്കിലൊക്കെ ഒന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത സമയത്താണ് ഇങ്ങനെ നമ്മുടെ വിംബിൾ അക്കാഡമിയുടെ ഒരു ആഡ് കണ്ടത്. അപ്പൊ എൻക്വയറി ചെയ്തു. അങ്ങനെ നിസാവ് സാറിന്റെ CBT ബാച്ച് 16 മെമ്പറായി. അങ്ങനെ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. പിന്നെയും നമ്മളിങ്ങനെ കൗൺസിലറായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് എനിക്ക് PG എടുക്കണം എന്നുള്ളൊരു തോന്നൽ വന്നു. അങ്ങനെ ഞാൻ ഇഗ്നോയില് MA സൈക്കോളജിക്ക് ജോയിൻ ചെയ്തു. അങ്ങനെ ആ ഒരു സമയത്താണ് എൻ്റെ ഒരു കസിൻ എന്നോട് ചോദിച്ചത്, ഈ ഒരു നിനക്ക് കോർപ്പറേറ്റ്സിന് ട്രെയിനിങ് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ ആകെ അടുത്ത വഴിക്ക് ആന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ ഞാൻ ചിന്തിച്ചു, എന്താണ് ഈ മേഖല? അതൊക്കെ നമുക്ക് അറിയാത്തൊരു മേഖലയാണല്ലോ. എന്താണിത്, എങ്ങനെ ഞാനത് ചെയ്യും എന്നുള്ളൊരു സംശയം എനിക്ക് വന്നു. അപ്പൊ പിന്നെ അതിനെ കുറിച്ചിട്ടായി പിന്നെ പറഞ്ഞു. അങ്ങനെയൊക്കെ ആ സമയത്ത് പിന്നെ ഇതിനൊരു ട്രെയിനിങ്, ഇതിനൊരു ബേസ് നമുക്ക് വേണം. നമുക്ക് വെറുതെ പോയിട്ട് നമുക്ക് ട്രെയിനിങ് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇതിനൊരു ബേസ് വേണം. അതും ഈ പറഞ്ഞ പോലെ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വിംബിളിന്റെ ഒരു പോസ്റ്റർ കണ്ടത്, ഈ ഒരു ബാച്ചിലേക്ക് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തു എന്നിട്ടുള്ളത്. പിന്നെ ഞാൻ കുറച്ചും കൂടി ലേറ്റ് ആയി അതിൽ ചേരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ അന്ന് എൻക്വയറി ചെയ്ത നമ്പറിലേക്ക് തന്നെ മെസ്സേജ് ചെയ്ത് ചോദിച്ചപ്പോൾ ഒരു പറഞ്ഞു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഒരു ക്ലാസ്സേ കഴിഞ്ഞിട്ടുള്ളൂ, അത് ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ്, ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ബാച്ച് 29 പ്രൊഫഷണൽ ട്രെയിനിങ് ബാച്ച് 29 ഭാഗമാവുന്നത്. അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞാൽ അവിടെ വന്ന് ആ ഒരു ക്ലാസ്സിൽ ഞാൻ പങ്കെടുത്തൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ എന്തേ ഇത്രയും ലേറ്റ് ആയി എന്നുള്ളൊരു തോന്നലാണ് എനിക്ക് വന്നത്. വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു ക്ലാസ് ആണ് നമ്മുടെ ഫൈസൽ സാറ് എടുക്കുന്നത്. പക്ഷെ എൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ കാരണം എനിക്ക് ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല. ഇപ്പൊ കുട്ടികളുടെ പഠനം, അതുപോലെ ചെറിയ ആളുടെ വാശിയൊക്കെ കൂടി ആവുമ്പോൾ ഞാൻ എപ്പോഴും റെക്കോർഡർ സെഷൻ ആണ് കാണാറുള്ളത്. പക്ഷെ എന്നാലും ഞാനത് അപ്ഡേറ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഈ മുമ്പ് ജാസ്മിൻ മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട്, നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻട്രോ നമ്മൾ ചെയ്യേണ്ടി വരും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് മുതലേ അതിൽ ഞാൻ അങ്ങനെ പ്രിപ്പയർ ചെയ്ത് വരുന്നുണ്ടായിരുന്നു. അപ്പോ ഇന്ന് ഇന്ന് ഞാൻ വളരെ അഭിമാനപൂർവ്വം ഞാൻ പറയുന്നത് ഞാനും വിംബിളിന്റെ ഒരു ഭാഗമാണ് എന്നുള്ളത്. അപ്പൊ ഇന്നത്തെ ഒരു സെഷനെ കുറിച്ച് പറയുന്നത് നമ്മുടെ ഷബീർ സാർ വന്നിട്ടുള്ള പബ്ലിക് സ്പീക്കിങ്ങിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരാനാണ്. അപ്പൊ ഈ പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവരും പേടിയോടുകൂടി നോക്കിക്കാണുന്ന ഒരു മേഖലയാണ്. എന്നെ കൊന്നാലും ഞാൻ വരില്ല, നാലാളുടെ മുന്നിൽ സംസാരിക്കാൻ എന്ന് പറയുന്ന ഒരു ആളുകളുണ്ട് ഇഷ്ടം പോലെ. കാരണം അപ്പൊ നമ്മൾ ചിന്തിക്കില്ല, നമ്മളെ പിന്നോട്ട് വലിക്കുന്ന കുറേ ഘടകങ്ങളുണ്ട്. അതായത് നിങ്ങൾക്ക് പറ്റും എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ നോക്കി കണ്ടൊക്കെ ചെയ്താൽ മതി കേട്ടോ, പറ്റുമെങ്കിൽ മാത്രം ചെയ്താൽ മതി എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ തിരിച്ചറിയണില്ല എന്തൊക്കെയാണ് നമ്മളെ പിന്നോട്ട് വലിക്കുന്നത് എന്നുള്ളത്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനും എങ്ങനെയാണ് നമ്മൾ അതിനെ ഓവർകം ചെയ്യുക, എങ്ങനെയാണ് നമ്മുടെ ആ ഒരു സ്കില്ലൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു തരാനാണ് ഷബീർ സാർ വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു മേഖല എന്ന് പറഞ്ഞാൽ പബ്ലിക് സ്പീക്കിംഗ് സ്കിൽ, ഈ ഒരു മേഖല എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്കില്ല് ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ച വ്യക്തികളുണ്ട് നമ്മുടെ ലോകത്ത്. ഇപ്പൊ നമ്മുടെ മുന്നത്തെ US പ്രസിഡന്റ് ബരാക് ഒബാമയൊക്കെ ഈ ഒരു സ്കില്ല് കൊണ്ട് ലോകത്തിന്റെ നെറുകയിൽ എത്തി എന്നുള്ള രീതിയിൽ എത്തിപ്പെട്ട ഒരു മനുഷ്യനാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്കില്ല് നമ്മളെ പിന്നോട്ട് വലിക്കുന്ന കുറെ കാര്യങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാനും നമ്മുടെ ഈ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഷബീർ സാർ ഇവിടെ വന്നിട്ടുള്ളത്. സാർ ഒരു പബ്ലിക് സ്പീക്കിംഗ് കോച്ചാണ്, ബിസിനസ്മാൻ ആണ്. ഒരുപാട് ബഹുമാനത്തോടു കൂടി വളരെ സ്നേഹത്തോടു കൂടി ഞാൻ സാറിനെ വെൽക്കം ചെയ്യുന്നു. വെൽക്കം സർ. താങ്ക് യു അനുജ മാഡം. അപ്പോൾ ഹായ്,
ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരും ഹാപ്പി അല്ലേ? ഓഡിബിൾ അല്ലേ? കേൾക്കുന്നില്ലേ? ഓക്കെ. വീഡിയോ മോഡിൽ വരികയാണെങ്കിൽ വളരെ ഉപകാരം. എനിവേ, ഞാൻ ഇപ്പോൾ എന്നെ ഒന്നുകൂടി പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഷബീർ ശംസുദ്ദീൻ. വീട് തൃശ്ശൂരാണ്, കുറുക്കഞ്ചേരിയിലാണ്. ഇപ്പൊ താമസം വലപ്പാടാണ്. ഇപ്പൊ എങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ യാത്ര വിംബിളിലേക്ക് എത്തിയതെന്ന് വെച്ചാൽ ഞാൻ പറയാം. ഞാൻ കൗൺസിലിംഗ് സൈക്കോളജി അതിന്റെ ഡിപ്ലോമ ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട്. നമുക്ക് പഠനം ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു സ്റ്റക്കായ അവസ്ഥയിലായിരുന്നു. പിന്നീട് നമ്മൾ ബിസിനസ്സിലേക്ക് കടന്നു. കുറച്ചു കാലം ഗൾഫിലുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പൊ നാട്ടിൽ ഒരു 7-8 വർഷമായിട്ട് കച്ചവടമാണ്, സെയിൽസിലാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മേഖല ഇതല്ല. നമ്മുടെ ഇന്നർ പേഴ്സൺ നമ്മളോട് ഇങ്ങനെ പറയും ഇതല്ല നിങ്ങളുടെ മേഖല എന്നിങ്ങനെ നമുക്കൊരു തോന്നല് നമ്മുടെ ഉള്ളിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൗൺസിലിംഗ് സൈക്കോളജി നമ്മൾ പഠിക്കാൻ തീരുമാനിച്ചത്. ഒരു ശ്രമമായിരുന്നു. കാരണം നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന എന്താ പറയാ, നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ പഠിക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. എന്നിരുന്നാലും നമ്മളത് ചെയ്തു. കൗൺസിലിംഗ് സൈക്കോളജി കഴിഞ്ഞിട്ട് ഒരു തൃശ്ശൂർ വെച്ചിട്ട് ഒരു പ്രോഗ്രാമിൽ, ഒരു ട്രെയിനേഴ്സ് ട്രെയിനിങ്ങിന്റെ ഒരു പ്രോഗ്രാമിന്റെ പ്രീമിയം കോഴ്സിന്റെ ഒരു ഇതിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ടായി. അപ്പോ ഒരു 25ഓളം പേര് ആ പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നു. അതിൽ വെച്ചിട്ട് സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഫസ്റ്റ് നമ്മളെയാണ് വിളിച്ചത്. അപ്പൊ അന്ന് എനിക്ക് ആ സ്റ്റേജിൽ കയറിയപ്പോ മൊത്തം ബ്ലാങ്കാണ്, ആരെയും കാണാൻ പറ്റിയില്ല. മൈക്ക് പിടിച്ചിട്ട് കൈയൊക്കെ വിറയ്ക്കുന്നു. അപ്പൊ അന്ന് എൻ്റെ കൂടെ ഒരു സുഹൃത്ത് ഉണ്ടായിരുന്നു. അപ്പൊ സുഹൃത്ത് പറഞ്ഞു ഇങ്ങനെ പോയാൽ പറ്റില്ല, നമുക്ക് ഇതൊന്ന് മാറ്റണം. അങ്ങനെ മലപ്പുറത്തുള്ളൊരു സ്ഥാപനത്തില് ഞാൻ ഈ പബ്ലിക് സ്പീക്കിങ്ങിന്റെ ഒരു 2 ഡേ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. ആ വർക്ക്ഷോപ്പിൽ പങ്കെടുത്തു. ഒരൊറ്റ ലക്ഷ്യമായിരുന്നു നമ്മുടെ ഭയം മാറ്റുക എന്നുള്ളത്. ആ 2 ഡേ വർക്ക്ഷോപ്പിൽ എനിക്ക് വന്ന മാറ്റങ്ങൾ ആണ് ഇപ്പോ ഇവിടെ വരെ എത്തിച്ചിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അതില് ആ വർക്ക്ഷോപ്പ് കഴിഞ്ഞ് ആ വീഡിയോ നമ്മുടെ വിംബിളിന്റെ CEO, നമ്മുടെ ഫൗണ്ടർ ഫൈസൽ സാറ് കാണുകയുണ്ടായി. ഫൈസൽ സാർ എന്നെ വിളിച്ചു. നീ ഇങ്ങനെ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്ത് സ്ഥിതിക്ക് നമുക്ക് നേരിട്ടൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞ് ഫൈസൽ സാറുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞത് നമുക്ക് കുട്ടികൾക്ക് വേണ്ടി പബ്ലിക് സ്പീക്കിങ്ങിന്റെ ഒരു ഇത് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞിട്ട് നമ്മളൊരു പബ്ലിക് സ്പീക്കിങ്ങിന്റെ തുടക്കം എന്നോണം ആ ഭയം മാറ്റാനാണ് ഞാൻ ഈ കോഴ്സ് അറ്റൻഡ് ചെയ്തത്. ശരി, ഞാൻ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി തരികയാണ്. എന്ത് വന്നാലും നമ്മുടെ ലൈഫിൽ ഫസ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി ഞാനത് ഏറ്റെടുത്തു. അങ്ങനെ യാത്ര പറഞ്ഞ് ഞാൻ ബസ്സിൽ കയറി. ചന്ദ്രാപിന്നിയിൽ നിന്ന് ബസ്സിൽ കയറിയപ്പോ നമുക്കൊരു 3 ദിവസം ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് അദ്ദേഹം ഫോണിൽ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു, ഷബീർ സമയം ഒന്നുകൂടി മാറ്റിയിരിക്കുന്നു, 2 ദിവസമേ ഉള്ളൂ. പിന്നെ ഉള്ളില് ഭയം, ആ കിട്ടിയ ഒരു ചാൻസും എന്താ പറയാ, ഞാൻ ഉറങ്ങിയിട്ടില്ല സത്യം പറഞ്ഞ. ആ പ്രോഗ്രാം ദൈവാനുഗ്രഹം കൊണ്ട് നടത്തി. അങ്ങനെ 2-3 പ്രോഗ്രാം കഴിഞ്ഞു. 4ാമത് എനിക്ക് ആ പബ്ലിക് സ്പീക്കിങ്ങിന്റെ കുട്ടികളെ ഫസ്റ്റ് പ്രോഗ്രാം നടത്തിയതിൽ 29ഓളം കുട്ടികൾ അറ്റൻഡ് ചെയ്തു. 2ാമത്തേതിലും 15ഉം 16ഉം ആയിട്ട് കുട്ടികളെ കിട്ടി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് അത് അവതരിപ്പിക്കാൻ സാധിച്ചു. പറഞ്ഞു വരുന്നത്, ഇതിന്റെ തുടർച്ച എന്നോണം ഇന്റർനാഷണൽ ഒരു ഇമോഷണൽ ട്രെയിനറായ റിയാസ് ബിൻ ഹക്കീം സാറിന്റെ ഒരു കോഴ്സിലേക്ക് ഒരു ക്ഷണം വന്നു. കാലിക്കറ്റ് വെച്ചിട്ടാണ്. ഒരു 15 മിനിറ്റ് നിങ്ങൾ പബ്ലിക് സ്പീക്കിങ്ങിന് വേണ്ടി ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു എൻക്വയറി കിട്ടി. അത് നമ്മള് എന്താ പറയാ, നമ്മളൊക്കെ ലൈഫിൽ നമ്മൾ റീൽസ് കാണുമ്പോൾ, ഇവരുടെയൊക്കെ റീൽസ് കാണുമ്പോൾ ഇവരെ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഇവരെ ഒന്ന് കാണാൻ സാധിക്കുമോ എന്ന് കൊതിച്ചിരിക്കുന്ന സന്ദർഭത്തിലാണ് നമുക്ക് അങ്ങനെ ഒരു അവസരം ലഭിച്ചത്. അവിടെ 50ഓളം കുട്ടികൾക്ക് പബ്ലിക് സ്പീക്കിങ്ങിന്റെ ഒരു ചെറിയ പോർഷൻ എടുക്കാൻ സാധിച്ചു. അതേപോലെ തന്നെ കഴിഞ്ഞ ബുധനാഴ്ച ഞങ്ങളുടെ ഡിപ്ലോമന്റെ കൗൺസിലിങ്ങിന്റെ ഒരു പ്രൊജക്റ്റിൽ മിസ്റ്റർ ഫിലിപ്പ് മമ്പാടൻ സാറുമായിട്ട് കൂടിക്കാഴ്ച ചെയ്യാൻ പറ്റിയ ആ ഒരു പ്രോഗ്രാമിൽ സ്വാഗതം പറയാനുള്ള ചാൻസ് കിട്ടി. അപ്പൊ അങ്ങനെ
ഈ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ചെറിയ സാധാരണക്കാരനായ ഒരു കച്ചവടക്കാരനായ ഞാൻ പെട്ടെന്ന് നമുക്ക് ഇതിനൊരു യാത്ര തുടങ്ങുന്നത് ആ ഭയം മാറ്റിയതിലാണ്. ആ ഭയം മാറ്റുന്നതിന്റെ കൂടെ തന്നെ നമുക്ക് കിട്ടുന്ന ഓരോ ഓപ്പർച്യൂണിറ്റികളും നമ്മളത് നേരിടുക എന്നുള്ളതാണ്. അപ്പോ പറഞ്ഞു വരുന്നത്, എനിക്ക് ഇപ്പൊ ഇത്രത്തോളം നമ്മൾ തുടങ്ങുന്നേ ഉള്ളൂ. പറ്റുമെങ്കിൽ നമ്മളെല്ലാവർക്കും ഇത് സാധിക്കും. നമ്മൾ ആ ഭയം മാറ്റിയാൽ തന്നെ നമുക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റികൾ പറഞ്ഞറിയിക്കാൻ സാധിക്കും. അപ്പൊ ആദ്യമേ നമുക്ക് തുടങ്ങാം. എന്താണ് നമുക്ക് എത്ര പേർക്ക് സ്റ്റേജ് ഭയമുണ്ട്? ഒന്ന് നമുക്ക് ചാറ്റ് ചെയ്യാമോ? എത്ര പേർക്ക് സ്റ്റേജ് ഭയമുണ്ട്? ഇതിൽ സ്റ്റേജിൽ കയറുമ്പോൾ നിങ്ങൾക്ക് ഭയം എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? ഒന്ന് ചാറ്റിൽ പറയാം. കേൾക്കുന്നുണ്ടോ? ഓഡിബിൾ അല്ലേ? യെസ് സർ, ഓഡിബിൾ ആണ്. ഓക്കെ. എത്ര പേർക്ക് സ്റ്റേജ് ഭയമുണ്ട്? അല്ലെങ്കിൽ സ്റ്റേജിൽ കയറുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ആ ഭയം, എങ്ങനെയൊക്കെയാണ് അത് ഫീൽ ചെയ്യാറ്? ഒന്ന് ടൈപ്പ് ചെയ്യാമോ? ഇതിൽ സ്റ്റേജ് ഭയം തീരെ ഇല്ലാത്തവരാണെന്ന് തോന്നുന്നു അല്ലേ? എനിവേ, അനസ് ഭായ് താങ്ക് യു. ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ ഓക്കെ. അബ്ദുൾ ആളുകളുടെ കണ്ണിൽ നോക്കാൻ പറ്റില്ല. ശരിയാണ്. കൈയൊക്കെ കോൾഡ് ആവും. അനുജ മാഡം താങ്ക് യു. ഓക്കെ, ഇതൊക്കെ നമ്മൾ അനുഭവിച്ചൊരു ഫീലിംഗ് തന്നെയാണ്. പബ്ലിക് സ്പീക്കിംഗ് എല്ലാവരും തെറ്റിദ്ധരിച്ചിരിക്കുന്നതാണ്. അതായത് ഇതൊരു ഇൻബോൺ ടാലന്റ് ആണ് എന്നൊരു തെറ്റിദ്ധാരണയാണ്. ഇപ്പോ ഒരാള് സ്റ്റേജിൽ കയറി അല്ലെങ്കിൽ മൈക്ക് എടുത്ത് വാ തോരാതെ സംസാരിക്കുന്നതാണ് പബ്ലിക് സ്പീക്കിംഗ് എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. യഥാർത്ഥത്തിൽ പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് ആർക്കെങ്കിലും പറയാമോ? അല്ലെ? നമുക്ക് നമ്മുടെ ഉള്ളിലെ ആശയം അല്ലെങ്കിൽ എന്താണോ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ഒന്നിൽ കൂടുതലുള്ള ഒരു വ്യക്തികളിലേക്ക് ഒരു സഭാകമ്പവും ഭയമോ ടെൻഷനോ സ്ട്രെസ്സോ ഒന്നും ഇല്ലാതെ പങ്കുവെക്കാൻ കഴിയുന്നതിനാണെന്നാണ് നോർമലി പറയുവാണെങ്കിൽ. താങ്ക് യു അനസ് ഭായ്. കറക്റ്റ് ആണ്. പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറഞ്ഞാല് അതിന്റെ ചെറിയൊരു ഡെഫിനേഷൻ പറഞ്ഞാൽ പൊതുപ്രസംഗമാണ്. നമ്മൾ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അഭിപ്രായങ്ങള്, നമ്മുടെ ആശയങ്ങള്, നമ്മുടെ അനുഭവങ്ങള്, നമ്മുടെ അറിവുകള് മറ്റുള്ളവരിലേക്ക് വ്യക്തമായും നമ്മുടെ കോൺഫിഡൻസോട് കൂടി കാര്യങ്ങൾ എത്തിക്കുന്ന ഒരു കലയാണ് പബ്ലിക് സ്പീക്കിംഗ്. വെരി സിമ്പിളാണ്. ഇതിൽ നമുക്ക് ഉണ്ടാവുന്ന എന്താ വെച്ചാല് ഒരുപാട് ഞാൻ പറഞ്ഞ പോലെ തന്നെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു കുട്ടി ജനിച്ചു, ഒരു വയസ്സായ കുട്ടി അതിന്റെ ആഹാരത്തിന് വേണ്ടി അതെന്താ ചെയ്യുക? അത് ആഹാരത്തിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് അത് ചോദിക്കുക? പറയാം. കരയും. കരയും. ഈ കരയുന്നത് ആ കുട്ടിയുടെ കരച്ചിൽ ഒരു പബ്ലിക് സ്പീക്കിംഗ് ആണ് അല്ലെ? അതുപോലെ നമ്മള് കരഞ്ഞും നമ്മള് വാശി പിടിച്ചും പിണങ്ങിയും പലതും നമ്മൾ നേടിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് എവിടേക്കോ വെച്ചിട്ട് ഒരു സ്റ്റക്ക് സംഭവിച്ചിട്ടുണ്ട് അല്ലെ? നമുക്കൊരു ഭയം. ഈ ഭയത്തിന് കോമൺലി പറയുകയാണെങ്കിൽ ഗ്ലോസോഫോബിയ എന്ന് പറയും. ഈ ഭയത്തിന് പറയുന്ന പേരാണ് ഗ്ലോസോഫോബിയ. ഇത് ഒരു കണക്ക് പ്രകാരം 70% ജനങ്ങൾക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് മരണഭയത്തെക്കാൾ കൂടുതലാണ് ഈ സ്റ്റേജ് ഫിയർ അല്ലെങ്കിൽ പബ്ലിക് സ്പീക്കിങ്ങിനോടുള്ള ഭയം എന്നാണ് പറയുന്നത്. ഗ്ലോസോഫോബിയ എന്നാണ് ഈ ഭയത്തിന് പറയുന്ന പേര്. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം അല്ലെ? ഇത് എല്ലായിടത്തും നമ്മുടെ ജീവിതത്തിലെ എല്ലായിടത്തും ആവശ്യമായ ഒരു ഘടകമാണ്. കാരണം മീറ്റിങ്ങിൽ, ഇന്റർവ്യൂ, പ്രസന്റേഷൻ, ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പ്, ഇതിലെല്ലാം പബ്ലിക് സ്പീക്കിംഗ് നമുക്ക് ആവശ്യമാണ്. ഇതിന്റെ ഒരു സിമ്പിൾ സ്റ്റോറി എന്ന് ഞാൻ പറയാം. നമ്മള് നേതാക്കന്മാരാണെങ്കിൽ ഇപ്പൊ
ലീഡേഴ്സിന് അവരുടെ വാക്കുകൾ കൊണ്ട് ഒരു കൂട്ടം ജനങ്ങളെ ഇൻസ്പയർ ചെയ്യാനും അവരുടെ മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കാനുള്ള കഴിവുണ്ട്. അതേപോലെ തന്നെ ഉള്ളതാണ് നമ്മൾക്ക് അറിയാവുന്ന നമ്മുടെ മുൻ പ്രസിഡന്റ് അബ്ദുൽ കലാം സാർ. ഈ അബ്ദുൽ കലാം സാറിന്റെ ചെറുപ്പത്തില് ക്ലാസ്സിൽ ഒരു ചെറിയ സ്റ്റോറി പറയുകയാണെങ്കിൽ ഒരു സിമ്പിളായിട്ട് അദ്ദേഹം ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞു, ഇന്ന് ഇവിടെ എല്ലാവരും ക്ലാസ്സിൽ ഒരു വിഷയത്തെക്കുറിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് അതിനോട് ഭയമായിരുന്നു, കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ സുഹൃത്ത് പറഞ്ഞു, നീ അതില് പങ്കെടുത്തു നോക്കൂ, പങ്കെടുത്താലല്ലേ അതിനെക്കുറിച്ച് അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു സപ്പോർട്ടോട് കൂടി അദ്ദേഹം അത് അവതരിപ്പിച്ചു. ആദ്യത്തെ ഒരു 10 സെക്കൻഡ് കോൺഫിഡൻസ് കുറവായിരുന്നു, പിന്നീട് അദ്ദേഹം അത് ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ സാധിച്ചു. അപ്പോൾ ആ ടീച്ചർ പറഞ്ഞത്, യു ഹാവ് എ പവർഫുൾ വോയിസ് കലാം, യൂസ് ഇറ്റ് ടു ഇൻസ്പയർ അതേഴ്സ്. ആ ദിവസം മുതലാണ് അദ്ദേഹം ആ പബ്ലിക് സ്പീക്കിങ്ങിനെ ഭയക്കാതിരുന്നത്. ഇന്ന് നമ്മൾ അദ്ദേഹത്തിന്റെ പല കോഴ്സുകളും അതുപോലെ തന്നെ നമ്മളത് എന്താ പറയാ സ്വീകരിച്ചു തുടങ്ങി. കാരണം ആ ഒരു ഭയത്തെ മാറ്റിയത് കൊണ്ടാണ് ആ എന്താ പറയാ നമുക്ക് കലാം സാം ഇന്നും നമ്മുടെ മനസ്സിലുണ്ട്, അല്ലേ? അപ്പൊ അതേപോലെ തന്നെ നമുക്ക് ഈ ഭയത്തെ എങ്ങനെ മാറ്റാം, നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത്? ഇതിന് കോമൺ ഒരു ഈ ഫിയർ ഓഫ് ഫാക്ടർ പറയുകയാണെങ്കിൽ, കോമൺ ഫിയർ പറയുകയാണെങ്കിൽ നമ്മളെ ജനങ്ങളെ ജഡ്ജ് ചെയ്യുമോ എന്നുള്ളൊരു ഭയം, അല്ലേ? പിന്നെ നമുക്ക് മറന്നു പോകുമോ എന്നുള്ള ഭയം, നമ്മളിൽ തോന്നാണ് മറന്നു പോകുമോ എന്നുള്ളൊരു ഭയമുണ്ട്. അതുപോലെ തന്നെ മിസ്റ്റേക്ക് സംഭവിക്കുമോ എന്നുള്ള ഭയമുണ്ട്. ഇതിനെ നമുക്ക് സിമ്പിൾ ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പോ ഞാനൊരു breathe out, breathe in, just hold and slowly breathe out. ഇതാണ് നമ്മൾക്കൊരു പ്രോഗ്രാമിന് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു ബ്രീത്തിങ് ടെക്നിക്സ് എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു പ്രസംഗം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് ടെക്നിക്സ് ആണ് ബ്രീത്ത് ചെയ്യുക എന്നുള്ളതാണ്. ബ്രീത്തിങ് ടെക്നിക്സ്, അതൊരു 3 ബ്രീത്ത് എടുത്താൽ നമുക്ക് ആ ഭയം നമുക്ക് മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ പ്രാക്ടീസിങ്, കീപ് പ്രാക്ടീസിങ് ആണ്. നമ്മൾ മിറർ പ്രാക്ടീസിങ് എന്ന് പറയും. നമ്മൾ മിററിന് മുമ്പിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യാം. അതേപോലെ തന്നെ വീഡിയോ ചെയ്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാം. വീഡിയോയിൽ നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ട് അതിനെ നമ്മൾ വോയിസ് നമുക്ക് മ്യൂട്ട് ചെയ്തുകൊണ്ട് നമുക്ക് വീഡിയോ കാണാം. രണ്ടാമത്തത് നമുക്ക് വോയിസ് കേൾക്കുക, വീഡിയോ കാണാതെ വോയിസ് കേട്ട് നോക്കുക. മൂന്നാമത് ഇത് രണ്ടും ചെയ്തു നോക്കുക. അപ്പോൾ നമുക്ക് അതിൽ വരുന്ന മിസ്റ്റേക്സുകൾ, നമ്മുടെ വോയിസുകൾ എങ്ങനെയാണ്, നമ്മുടെ ഗെസ്റ്റേഴ്സ് എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. രണ്ടാമത്തെ ടെക്നിക്സ് അതാണ്. പിന്നെ ഞാനിപ്പോ ഒരു ചെറിയ ആക്ടിവിറ്റി തരാം. ഒരു 2 പേരെങ്കിലും അത് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയണം. സിമ്പിൾ ആണ്. 1 റീസൺ ഫിയർ സ്പീക്കിംഗ് ഇൻ പബ്ലിക്. അതായത് നമുക്ക് പബ്ലിക് സ്പീക്കിങ്ങിലുള്ള ഒരു ഭയം, ഒരു റീസൺ പറഞ്ഞാൽ മതി. ഒരു 2 പേരോ 3 പേരോ ഒന്ന് പറയണം. ഒരു റീസൺ പറയാന്ന് വെച്ചാല്, നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്ന ടോപ്പിക്കിനെ പറ്റി നമ്മളുടെ മുന്നിലിരിക്കുന്ന ഓഡിയൻസിന് നമ്മളെക്കാൾ കൂടുതൽ അറിവുണ്ട് എന്നുള്ളൊരു ധാരണ. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു അനസ് സാർ. ഓക്കെ, ഇനി അടുത്തത് വേറൊരു റീസൺ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോ ഒരു ടോപ്പിക്ക് പ്രസന്റ് ചെയ്തു, ആ ടോപ്പിക്ക് പ്രസന്റ് ചെയ്ത് ഓഡിയൻസിന് അത് കിട്ടി, അവരിൽ നിന്നും നമ്മുടെ നേരെ ക്വസ്റ്റ്യൻസ് വരുമെന്നുള്ള ഒരു പേടി ഉണ്ടാവും. ആ ക്വസ്റ്റ്യനെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു കോൺഫിഡൻസ് കുറവ് നമുക്ക് ഉണ്ടായിരിക്കും. അത് നമ്മളെ വിളിക്കുമല്ലോ. ഓക്കെ, തീർച്ചയായും നമുക്കുള്ള ഒരു ഇതെന്ന് വെച്ചാൽ, നമ്മൾ ഫിയർ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത് വരുന്ന ഒരു ഇതാണ് കോണ്ടന്റ് ഇല്ല എന്നുള്ളത്. ഈ കോണ്ടന്റ്
കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് റീഡിങ് ബുക്ക്. അത് തന്നെയാണ് അതിലെ മെയിൻ ഇത്. ഞാൻ അവിടെ പഠിച്ചപ്പോഴും അതിനെക്കുറിച്ച് അവരുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് റീഡിങ് ബുക്സ്. പിന്നെ നമ്മുടെ ജീവിതാനുഭവങ്ങളാണ്. നമ്മുടെ ജീവിതാനുഭവങ്ങൾ നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാൻ സാധിക്കും, നല്ല ഒഴുക്കായിട്ട് പറയാൻ സാധിക്കും. അതേപോലെ തന്നെ ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് നമ്മൾ നല്ല നല്ല ബുക്കുകൾ, റിലേറ്റഡ് ആയിട്ടുള്ള ബുക്കുകൾ വായിക്കുക എന്നുള്ളതാണ്. അത് കൺസിസ്റ്റൻസി ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിലൂടെ നമുക്ക് കോണ്ടന്റ് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് പറയാൻ സാധിക്കും. വാക്കുകളുടെ ഒരു സ്റ്റക്നെസ് ഇല്ലാതെ നമുക്കത് പറയാൻ സാധിക്കും. ഇനി ഇതില് നമ്മൾ അടുത്ത് പറയുകയാണെങ്കിൽ സ്ട്രക്ചർ ഓഫ് ഒരു സ്പീച്ചിന്റെ സ്ട്രക്ചർ ഞാൻ പറയാം. ഓപ്പൺ ബോഡി കൺക്ലൂഷൻ എന്ന് പറയാം. അതിൽ തുടക്കം, അതില് മധ്യം, അന്ത്യം. ഒരു സ്പീച്ചിന്, ഒരു ഗുഡ് സ്പീച്ചിന് വേണ്ടത് ഈ 3 കാര്യങ്ങളാണ്. ഓപ്പൺ ബോഡി കൺക്ലൂഷൻ, അതിന്റെ തുടക്കം ഉണ്ടായിരിക്കണം, അതിന് മധ്യം ഉണ്ടായിരിക്കണം, ഒരു അന്ത്യം ഉണ്ടായിരിക്കണം. തുടക്കം ഓപ്പൺ എന്ന് പറഞ്ഞാൽ ഗ്രാബ് അറ്റൻഷന് വേണ്ടി നമുക്ക് ചോദ്യങ്ങൾ ഉന്നയിക്കാം, ഒരു ചെറിയ സ്റ്റോറി പറയാം. അതുപോലെ മദ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് 2-3 മെയിൻ പോയിന്റ്സ് വേണം. പിന്നെ ഒരു വിത്ത് എക്സാമ്പിൾസ് പറഞ്ഞിട്ട് നമുക്കതിന് മദ്യം ക്ലിയർ ചെയ്യാം. അതേപോലെ കൺക്ലൂഷൻ, അന്ത്യം. ഇവര് നമുക്ക് സ്ട്രോങ് എൻഡിങ് ആയിരിക്കണം, നല്ലൊരു മെസ്സേജ് പാസ് ചെയ്യണം. ഇനി ഞാൻ ഒരു 5 മിനിറ്റ് ഒരു പ്രിപ്പറേഷൻ തരാം. അതിൽ 30 സെക്കൻഡ് നമ്മൾ 3 ടോപ്പിക്സ്, അതായത് ഒന്ന് കോൺഫിഡൻറ്റ്, 2 ടൈം, മൂന്നാമത്തെ മൈ ഡ്രീം. ഈ വിഷയത്തെ കുറിച്ചിട്ടൊരു 2-3 പേര് ഒന്ന് പറയണം. ഒരു 30 സെക്കൻഡ് പറഞ്ഞാൽ മതി. ഒരു 5 മിനിറ്റ് അതിന് തേർഡ് ടോപ്പിക് ഒന്നുകൂടി പറയോ? ഏതാ? ആ 3 ടോപ്പിക്സ് ഒന്നുകൂടി പറയോ? കോൺഫിഡൻസ്, ടൈം, കോൺഫിഡന്റ്, ടൈം, മൈ ഡ്രീം. ഇതിൽ ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ചിട്ട് ഒരു 30 സെക്കൻഡ് ഒന്ന് പറയണം. ഒരു 5 മിനിറ്റ്സ് അതിന് വേണ്ടി പ്രിപ്പറേഷൻ തരാം. ഓക്കെ ആണോ? 7:26 അതിന് 7:30 വേണമെങ്കിൽ എടുക്കാം, 4 മിനിറ്റ്. അത് കോൺഫിഡന്റ്, അതല്ലെങ്കിൽ ടൈം, മൈ ഡ്രീം. ഇതിൽ ഏതെങ്കിലും നിങ്ങൾ 30 സെക്കൻഡ് ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെയാണ് സാർ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോ? ഓക്കെ, പറയാം. ഓക്കെ, ഞാൻ സംസാരിക്കാൻ പോകുന്ന ടൈമിനെ കുറിച്ച്. ഓക്കെ. ഈ സമയം, ടൈം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ വിചിത്രമായിട്ടുള്ളൊരു സംഗതിയാണ്. കാരണം നമുക്ക് ആർക്ക് വേണ്ടിയിട്ടും കാത്തു നിൽക്കാൻ പോകുന്ന ഒരു സംഗതിയാണ്. അപ്പൊ അതിനെ ടൈമിനെ നമ്മൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളത് വിചിത്രമായിട്ടുള്ളൊരു കാര്യമാണ്. അതിനെ നമ്മൾ പ്രോപ്പറായിട്ട് യൂസ്ഫുൾ ആക്കുക എന്നുള്ളത്. കാരണം നമ്മുടെ ഒരു ടൈമിനെ നമ്മൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് അതിനെ ഓരോ സെക്കൻഡ്സ് അല്ലെങ്കിൽ ഓരോ മിനിറ്റ്സും നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് നമ്മളെ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാൻ കഴിയും.
അതായത് നമ്മുടെ ഒരു കരിയറിലാണെങ്കിലും നമ്മുടെ ലൈഫിലാണെങ്കിലും ടൈമിന് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിനനുസരിച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ പ്രൊഡക്റ്റീവ് ആവാനും നേട്ടങ്ങൾ കൈവരിക്കാനും കഴിയും. അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് ഒന്നിനും സമയം കഴിയുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഒന്നിനും സമയം കിട്ടുന്നില്ല. എന്ത് കാര്യമാണെങ്കിലും എനിക്ക് ഒന്നിനും തീരെ സമയം കിട്ടുന്നില്ല, എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇത് ചെയ്യണില്ല അല്ലെങ്കിൽ ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് എല്ലാവർക്കും 24 hours ഉള്ളൂ. ഈ 24 hours വളരെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു വരുന്ന ആളുകളുണ്ട്. നമ്മുടെ മുന്നിൽ തന്നെ അതിനുള്ള ഉദാഹരണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ഉദാഹരണങ്ങൾ കണ്ടാലും നമ്മളതൊരു ഈ ഒരു എക്സ്ക്യൂസസ് ആണ് മെജോറിറ്റി ആളുകൾ പറയുന്നത്. എനിക്ക് സമയമില്ല, അല്ലെങ്കിൽ എനിക്ക് സമയം കിട്ടുന്നില്ല, എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. പക്ഷെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളൊരു പ്രോപ്പർ പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ടൈമിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാനും നമ്മുടെ ഓരോ കാര്യങ്ങളും നമുക്ക് പ്രവർത്തിക്കാനും കഴിയും. അതുപോലെ ഈ ടു ഡു ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ശരിക്കും ഒരു ടൈം മാനേജ്മെന്റിന് പറ്റിയിട്ടുള്ളൊരു കാര്യമാണല്ലോ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക. ടു ഡു ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഓരോ കാര്യങ്ങളും ഇന്ന സമയത്ത് ഇന്നത് എന്നുള്ളത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് അതിനനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടൈം ഇഷ്യൂസ് ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. താങ്ക് യു മാഡം, താങ്ക് യു. ഇനി ആർക്കെങ്കിലും? താങ്ക് യു അനുജ മാഡം. ഇനി ആരെങ്കിലും? അനസ് സാർ. സാർ, ഞാൻ ഏത് ടോപ്പിക് എടുക്കണമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. വേറെ ആരെങ്കിലും ഏതെങ്കിലും ടോപ്പിക് എടുക്കുന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. എന്തായാലും ഫസ്റ്റ് ടോപ്പിക് തന്നെ എടുക്കാം, കോൺഫിഡന്റ്. അതായത് ഇപ്പം സാർ എന്നെ ഇപ്പൊ വിളിച്ചു, അനസ് സാർ എന്ന് പറഞ്ഞപ്പം എന്നെ വിളിച്ചപ്പം ആ കോൺഫിഡന്റിനെ പറ്റി എനിക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തുനിഞ്ഞു വന്നത് എൻ്റെ ഉള്ളിൽ ഒരു കോൺഫിഡന്റ് ഉള്ളത് കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല മേഖലകളും ഹാൻഡിൽ ചെയ്യുന്നവരായിരിക്കും. ചിലപ്പം ജോലി സംബന്ധമായിട്ടുള്ള പല മേഖലകളിലെ ടീച്ചർ ആയിരിക്കാം, മാനേജർ ആയിരിക്കാം, അല്ലെങ്കിൽ ജോലിയൊന്നും ഇല്ലെങ്കിൽ പോലും ഒരു മാതാവായിരിക്കാം, പിതാവായിരിക്കാം, ഏതെങ്കിലും പാർട്ട് കൈകാര്യം ചെയ്യുന്നവരായിരിക്കും നമ്മളെല്ലാവരും. ഏത് പാർട്ടാണെങ്കിലും അത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്കുള്ളിൽ ഒരു കോൺഫിഡന്റ് വേണം. നമ്മുടെ എബിലിറ്റീസിൽ, നമ്മുടെ സ്കില്ലിൽ നമുക്ക് കഴിവുള്ളതിനനുസരിച്ച് നമുക്കുള്ളിൽ തന്നെ ഉണ്ടാവേണ്ട ഒന്നാണ് കോൺഫിഡന്റ്. ഈ കോൺഫിഡന്റ് ഇല്ല എങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും ഒരു സക്സസ് ആയി മാറാൻ. അതുകൊണ്ട് കോൺഫിഡന്റ് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് ഏറ്റവും പ്രാധാന്യം അർപ്പിക്കുന്ന ഒന്നിനാണ്. സോ എല്ലാവരും അത് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളൊരു ചെറിയ മെസ്സേജ് വന്നതോടുകൂടി ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക്സ്. ഇനി ആരെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും പറയണമെന്നുണ്ടോ? ഹലോ, ഹായ്. പറഞ്ഞു. ഞാൻ ഡ്രീമിനെ കുറിച്ചിട്ടാണ്. നമുക്ക് എല്ലാവർക്കും Okay. അറിയുന്ന കാര്യമാണ്. നമ്മളെ APJ അബ്ദുൽ കലാമിന്റെ ഒരു കോട്സ് ഉണ്ട്, ഡ്രീം 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 എന്ന് പറഞ്ഞിട്ട്. നമ്മൾ അത് കേട്ടതുകൊണ്ടാവും, എന്താ പറയാ, നമുക്ക് ഒരിക്കലും ഡ്രീം ചെയ്യാന്ന് പറയുന്നത് ഒരിക്കലും നമുക്കൊരു അത്രയും നമ്മുടെ ലൈഫിൽ ഒരു പ്രഷ്യസ് ആയിട്ട് അല്ലെങ്കിൽ അത്രയും ഒരു ഇമ്പോർട്ടന്റ് ഉള്ള കാര്യമാണെന്ന് നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ കേൾക്കാറുണ്ട്, നമുക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ വേൾഡ് മൊത്തം നമ്മളെ കൂടെ അതിന് വേണ്ടിയിട്ട് നിൽക്കും, അല്ലെങ്കിൽ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഒരു ശക്തി നമ്മുടെ കൂടെ ഉണ്ടാവും, യൂണിവേഴ്സ് നമ്മളെ കൂടെ ഉണ്ടാവും എന്ന് നമ്മളെപ്പോഴും തിരിച്ചറിയാറുണ്ട്. അതൊരു പക്ഷേ ഓരോരുത്തരുടെ ലൈഫും വെച്ച് നോക്കുകയാണെങ്കിൽ, ഞാനിപ്പോൾ എൻ്റെ ലൈഫ് വെച്ച് തന്നെ നോക്കുകയാണെങ്കിൽ, നമ്മൾ വിചാരിക്കും ഈ സമയമല്ല, നമ്മൾ ഒരു ടേണിങ്ങിൽ എത്തുമ്പോൾ നമ്മൾ വിചാരിക്കും ഞാൻ അത്രയും ഡ്രീം ചെയ്തല്ലോ, ബട്ട് എന്തുകൊണ്ട് അത് നടന്നില്ല എന്ന് നമ്മൾ വിചാരിക്കാറുണ്ട്. പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അതിന് വേണ്ട ആക്ഷൻസ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഒരു ടൈമിൽ അത് എന്തായാലും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ ഒരു സംശയവും. എത്രത്തോളം നമ്മൾ എഫേർട്ട് ഇടണോ, അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ ആ ആക്ഷൻസ് നമ്മൾ വർക്ക് ചെയ്യണോ, നമ്മളെ ആക്ഷൻസ് ആണ് അവിടെ ആ ഡ്രീമിന് വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുക മാത്രമല്ല വേണ്ടത്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ഷൻ കൂടെ നമ്മളെ ഭാഗത്തുനിന്ന് വരുമ്പോൾ അതിന് പിന്നിൽ ഒരു നല്ലൊരു റിസൾട്ട് നമുക്ക് ബിൽഡ് ചെയ്യാൻ കഴിയും എന്നുള്ളതിൽ ഒരു സംശയവും. താങ്ക് യു മാഡം. പേര്? ഹെവന.
ക്ലിയർ ആയില്ല മാഡം? ഫെമിന ഓക്കെ മാഡം, ഇപ്പൊ ഞാൻ 3 പേരുടെയും പറയുകയാണെങ്കിൽ എല്ലാവരും സൂപ്പറാണ്. വോയിസ് സൂപ്പറാണ്. ഇപ്പൊ അനുജ മാഡം സ്മൈലി ആയിട്ട് തന്നെ അതിനെ അവതരിപ്പിച്ചു. അനസാർ വെൽ കോൺഫിഡൻസ് ആണ്. പിന്നെ ലാസ്റ്റ് പറഞ്ഞ മാഡത്തിന്റെ ഞാൻ വീഡിയോ കണ്ടില്ല, പക്ഷെ എന്നാലും വോയിസും ഇതുകളൊക്കെ സൂപ്പറാണ്. എല്ലാവരും എന്താ വെച്ചാൽ നമ്മളെല്ലാവരും ബെറ്റർ ആണ്. ഇപ്പോൾ പബ്ലിക് സ്പീക്കിങ്ങിനെ കുറിച്ചിട്ട് ഇനി ഞാൻ അടുത്ത ഒരു സെഷൻ പറയുകയാണെങ്കിൽ നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വോയിസ് ബോഡി ലാംഗ്വേജ് എക്സ്പ്രഷൻ ആണ്. കേൾക്കാമോ? ഹലോ, അതിലേ വോയിസിൽ നമ്മൾ ഇപ്പൊ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ട് പഠിക്കുന്നത് ടെഡ് ടോക്സ്, യൂട്യൂബില് ടെഡ് ടോക്സ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്. ഈ ടെഡ് ടോക്സിൽ നമുക്ക് വോയിസ് മോഡുലേഷൻ്റെ, വോയിസ് വാമപ്പിൻ്റെയും അതുപോലെ നമ്മൾ എങ്ങനെ സംസാരിക്കണം എന്നുള്ള ആ ഒരു ജെസ്റ്റേഴ്സിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ നമ്മുടെ ബോഡി ലാംഗ്വേജിനെ കുറിച്ചിട്ടും വളരെ വിശദമായിട്ട് അതിലുണ്ട്. അപ്പോൾ ഈ ടെഡ് ടോക്സ് നല്ല രീതിയിൽ നമുക്കത് ഇമ്പാക്റ്റ് തരുന്നുണ്ട്. ശരിക്കും ഒരു ടെഡ് ടോക്സ് 8-10 മിനിറ്റില് 60ഓളം 66ഓളം ജെസ്റ്റേഴ്സ് ആണ് അവര് ഹാൻഡ് ജെസ്റ്റേഴ്സ് ചെയ്യുന്നുണ്ട് എന്നാണ് കണക്ക്. അത്രത്തോളം ജെസ്റ്റേഴ്സ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഇവിടെ സൂമില് അല്ലെങ്കിൽ ആ ഒരു ഇതിൽ കാണിക്കാൻ സാധിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും പല കാര്യങ്ങളും ടെഡ് ടോക്സിൽ നിന്ന് പഠിക്കാം. അപ്പൊ നിങ്ങൾക്ക് അതുപോലെ തന്നെ സെർച്ച് ചെയ്തുകൊണ്ട് ടെഡ് ടോക്സിലും അത് ക്ലിയർ ചെയ്യും. പറഞ്ഞു. ടെഡ് ടോക്സ് ആപ്പ് ഇസ് ഓൾസോ അവൈലബിൾ ദോ, പ്ലേ സ്റ്റോറിലുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അതില് ഈ വോയിസ് വാമപ്പ് ചെയ്യാനുള്ള എക്സസൈസുകളുണ്ട്. ആ എക്സസൈസ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ പലർക്കും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, എൻ്റെ ശബ്ദം അത്ര പോരാ, ശബ്ദത്തിന് ചെറിയ ശബ്ദമാണ്. പക്ഷെ എല്ലാവരും എൻ്റെ ഇതിൽ പറയുകയാണെങ്കിൽ എല്ലാവരും യൂണീക്നെസ് ആണ്. അപ്പൊ നമ്മുടെ ശബ്ദം കേൾക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ശബ്ദം സ്വീകരിക്കാൻ ജനങ്ങൾ തയ്യാറാവും. നമ്മൾ ആ ശബ്ദത്തിന് വാമപ്പ് ചെയ്യാനുള്ള എക്സസൈസും കാര്യങ്ങളും അതിൽ നിന്ന് പഠിച്ചെടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഒരു ചെറിയൊരു ആക്ടിവിറ്റിയാണ് ഐ ക്യാൻ ഡു ഇറ്റ് എന്നുള്ളത്. നമുക്കൊരു നോർമൽ എങ്ങനെയാ പറയാം, ഒന്ന് പറയാമോ? ഐ ക്യാൻ ഡു ഇറ്റ് നോർമൽ ആയിട്ട് ഒന്ന് പറയാം. ഐ ക്യാൻ ഡു ഇറ്റ്. I can do it. ഐ ക്യാൻ ഡു ഇറ്റ്. ഇനി അത് ഒന്ന് എനർജറ്റിക് ആയിട്ടൊന്ന് പറയാം. I can do it. I can. യെസ് യെസ്, പറഞ്ഞോളൂ. I can do it. യെസ്, അനസ് സാർ പറഞ്ഞു. I can do it. യെസ്. ഇനി നമുക്കതൊരു ഇമോഷണൽ ആയിട്ട് എങ്ങനെ പറയാം? ഐ ക്യാൻ ഡു ഇറ്റ് ഇമോഷണൽ ആയിട്ട്. I can do it. I can do it. Okay. Next, Anuja madam. I can do it. Okay. ഞാൻ ഈ പറഞ്ഞ ഓക്കെ, നമ്മുടെ വോയിസിന്റെ ഹൈ ആൻഡ് ലോ, അതായത് നമ്മളിപ്പോ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ എൻ്റെ വോയിസ് ചിലപ്പോ ഒരേ ലെവലിലായിരിക്കും പോകുന്നുണ്ടാവുക. ഞാനതും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ വോയിസിന്റെ ഹൈ ആൻഡ് ലോ നമ്മൾ പഠിക്കേണ്ടതുണ്ട്, ഇമോഷണൽസുകൾ പഠിക്കേണ്ടതുണ്ട്. അതും നമുക്ക് ഇതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യാം. അതേപോലെ തന്നെ ഇനി പിന്നെയുള്ളതാണ് നമ്മൾ സ്മൈൽ നമ്മൾ കണക്ടിങ് വിത്ത് പീപ്പിൾ. നമുക്ക് മെയിൻ സംഭവമാണ് ബോഡി ലാംഗ്വേജിൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ശരിക്കും വാക്കുകൾ യൂസ് ചെയ്യുന്നത് ഒരു 7% ഉള്ളൂ. ഒരു പബ്ലിക് സ്പീക്കിങ്ങിൽ 7% വാക്കുകൾ കൊണ്ട് നമുക്ക് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ബാക്കി വരുന്നത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അതിൽ നമ്മുടെ സ്മൈൽ പെടുന്നുണ്ട്, നമ്മുടെ ഗെസ്റ്റേഴ്സ് പെടുന്നുണ്ട്, നമ്മുടെ ബോഡി ലാംഗ്വേജ് വരുന്നുണ്ട്, നമ്മുടെ എക്സ്പ്രഷൻ വരുന്നുണ്ട്. ബാക്കിയെല്ലാം അതിൽപ്പെട്ടതാണ്. ശരിക്ക് അതിന്റെ കണക്ക് പറയുന്നത് ഒരു 7% മാത്രമേ നമുക്ക് വാക്കുകൾ കൊണ്ട് അവരെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി ശരിക്കും നേരത്തെ അനുജ മേഡം പറഞ്ഞ പോലെ തന്നെ ബറാക് ഒബാമ സ്റ്റേജിലേക്ക് വരുന്നത് നമ്മൾ കണ്ട വീഡിയോയിലെല്ലാം അദ്ദേഹം ഓടിയാണ് വരുന്നത്. ആ ഓടി സ്റ്റേജിൽ കയറുന്നതോട് കൂടി തന്നെ
എന്താ പറയാ, ഇനി നമ്മൾ പറയേണ്ടതില്ല. ആ ഇതിൽ തന്നെ ആൾക്കാർ ആവേശം കൊള്ളുക. അപ്പൊ ഓരോരുത്തർക്കും ഓരോ ശൈലിയാണ്. അപ്പോ അതേപോലെ തന്നെ ഇപ്പൊ നമുക്കത് കൺക്ലൂഷനിലേക്ക് എത്തിക്കാം. എന്തായാലും എൻ്റെ വാക്കുകൾ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ലാസ്റ്റ് ഒരു മോട്ടിവേഷൻ ഇത് പറയാം. യുവർ വോയിസ് ഹാസ് പവർ, യൂസ് ഇറ്റ് ടു ഇൻസ്പയർ, നോട്ട് ടു ഇംപ്രസ്. നിന്റെ ശബ്ദത്തിന് ശക്തിയുണ്ട്, അതിന് മറ്റുള്ളവരെ ആകർഷിക്കാനല്ല പ്രചോദിപ്പിക്കാനാണ് ഉപയോഗിക്കുക. യു ഡോണ്ട് ഹാവ് ടു ബി എ ഗ്രേറ്റ് ടു സ്റ്റാർട്ട്, ബട്ട് യു ഹാവ് ടു സ്റ്റാർട്ട് ടു ബി ഗ്രേറ്റ്. നിനക്ക് ആരംഭിക്കാൻ മഹാനാകേണ്ടതില്ല, പക്ഷെ മഹാനാകാൻ നീ ആരംഭിക്കണം. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു സർ. പറഞ്ഞു. ഷബീർ സർ, ക്ലാസ്സിന് ഫീഡ്ബാക്ക് പറയാൻ കുറേ പേര് റെഡി ആയിട്ട് ഇരിക്കുന്നെന്ന് എനിക്കറിയാം. അപ്പൊ ക്ലാസ്സിന്റെ ഫീഡ്ബാക്ക് പറയാം. ഹലോ, ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ് ഹർഷ മാഡം. ഗുഡ് ഈവനിങ്. ഫസ്റ്റ് ഓഫ് ഓൾ നല്ലൊരു സെക്ഷൻ ആയിരുന്നു. സാധാരണ ഈ പബ്ലിക് സ്പീക്കിങ്ങിന്റെ ക്ലാസ് എന്നൊക്കെ കേട്ടിട്ട് നമ്മൾ ഈ പോസ്റ്റർ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പോസ്റ്ററില് നോർമലി കാണുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ക്ലാസ്സുകളൊക്കെ മിക്കവരും വന്നെടുക്കുന്നത് പബ്ലിക് സ്പീക്കിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഫസ്റ്റ് ഇന്നത്, സെക്കൻഡ് ഇന്നത്, തേർഡ് ഇന്നത് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും പറയുന്നത്. പക്ഷെ ഇതിനൊക്കെക്കാട്ടിലുപരി ഇത് സാറിന്റെ മാത്രം ഒരു ക്ലാസ് അല്ലായിരുന്നു. ഒരുപക്ഷെ സാറിനോടൊപ്പം തന്നെ ഞങ്ങളെ കൂടെ സംസാരിക്കാൻ അനുവദിപ്പിച്ചു. ഞങ്ങളെ കൂടെ ഫുൾ ഇന്ററാക്ട് ചെയ്യാൻ ഓരോ ടാസ്കിലായാലും ശരി, 2-3 ടൈപ്പ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടാസ്കുകൾ തന്നു. ആ ടാസ്കുകളെ ഞങ്ങൾക്ക് കൂടെ ഒരു ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി. അതുപോലെ തന്നെ ഒരു സ്റ്റോറി പറഞ്ഞിട്ട് തന്നെയായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. കണ്ടന്റ് നല്ലൊരു കണ്ടന്റ് ആയിരുന്നു. നേരത്തെ പല ക്ലാസ്സുകളും കേട്ടിട്ടുണ്ട് എങ്കിൽ പോലും നമ്മളെ കൂടെ, അതായത് ഒരു നിശ്ചിത ഈ ഒരു ചുരുങ്ങിയ സമയത്ത് നല്ലപോലെ ഒരു ടാസ്ക് തന്ന് സംസാരിക്കുക എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല. ഈ ഓൾമോസ്റ്റ് സാറ് നല്ലൊരു ടോപ്പിക് ആയിരുന്നു എടുത്തതും, അത് ആ ടോപ്പിക് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് അനുജ മാഡത്തിന്റെ ഇൻട്രോ ആയിരുന്നു. മാഡം ഫസ്റ്റ് നമ്മൾ ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ മാഡത്തിന് ഒരു ടെൻഷൻ ഉണ്ടോ എന്ന് ഫീൽ ചെയ്തിട്ട് പോലും ഫുള്ള് മാറി നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തു. മാഡത്തിന്റെ സ്റ്റോറിയും പറഞ്ഞു. അതോടൊപ്പം തന്നെ ഷബീർ സാറിന്റെ കേസും സാറിന്റെ പ്രൊഫൈലിനെ പറ്റിയും അവതരിപ്പിച്ചു. പിന്നെ ടോപ്പിക്കിനെ പറ്റി ഒരു നല്ലൊരു ഇൻട്രോ തന്നു. ടോപ്പിക്കിനെ പറ്റി, ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്കിനെ പറ്റി നല്ലൊരു ഇൻട്രോയും കൂടെ തന്നിട്ട് അനുജ മേഡം അവസാനിപ്പിച്ചു. സോ നല്ല ഇൻട്രോയും നല്ലൊരു ക്ലാസ്സും ആയിരുന്നു ഇന്നത്തെ. താങ്ക് യു. താങ്ക് യു സാർ. താങ്ക് യു. ഹലോ, ഹായ്. ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇത് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ കേട്ടത് വെച്ചിട്ട് മാഷാഅല്ലാ അടിപൊളി സെഷൻ ആയിട്ട് തോന്നി. ആള് പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ടാസ്ക് ഓറിയന്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഇതിൽ കൂടുതൽ അറിയണം, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഈ ഒരു കണ്ടന്റിനെ പ്രസന്റ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലുള്ള ആ ഒരു സാധനം നമുക്ക് കിട്ടുണ്ടായി. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു. താങ്ക് യു മാം. Thank you, sir. It was such a powerful and encouraging session and really inspiring. Thank you so much. Actually, എനിക്ക് ഇടയ്ക്ക് കോളെല്ലാം വന്ന് അങ്ങനെ ലെഫ്റ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു. ചില റെക്കോർഡിംഗ് കേൾക്കണം. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. താങ്ക് യു. താങ്ക് യു ലക്ഷ്മൺ. ഇനി ആരെങ്കിലും പറയുന്നുണ്ടോ? പറയൂ, അനസ് സാർ പറയൂ. അനസ് സാർ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് എന്നാൽ വൈൻഡപ്പ് ചെയ്യാം. ഓവറോൾ ഒരു ക്ലാസ് എന്നുള്ളതിന് ശരി മാഡം പറയൂ. അല്ല, പറഞ്ഞോളൂ ഷബീർ സാർ, പറഞ്ഞോളൂ. എന്താ
ഞാൻ പറഞ്ഞതേ, നമ്മൾ ഈ പബ്ലിക് സ്പീക്കിങ്ങിന്റെ ഭയം മാറ്റുന്നത് ശരിക്കും ഓഫ്ലൈനിലൂടെയാണ് അത് കൂടുതൽ എഫക്റ്റീവ് ആവും. പബ്ലിക് സ്പീക്കിംഗ് ഓൺലൈനിൽ നമുക്ക് തിയറിയാണ് കൂടുതൽ. ഇതൊന്നല്ല, ഇതൊരു ചെറിയ, എൻ്റെ അറിവിൽ ഒരു ചെറിയ ഇതാണ്, പക്ഷെ ഇത് വിശാലമായി കിടക്കുന്നതാണ്, ഒരു സമുദ്രം പോലെ കിടക്കുന്നത്. ഫിയർ മാറ്റാൻ പറ്റുന്നത് ശരിക്കും ഓഫ്ലൈനിലൂടെ അത് മാറ്റാൻ സാധിക്കും. അപ്പൊ ഒരു പബ്ലിക് സ്പീക്കിങ്ങിന്റെ ഇന്നത്തെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്ററാക്റ്റീവ് സെഷൻ തന്നെ പറയാം അല്ലെ. ഒരു ക്ലാസ് എന്നുള്ളതിനുപരി ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിരുന്നു. ആരെയും ബോറടിപ്പിക്കാതെ അല്ലെ. നമ്മൾ സാധാരണ പബ്ലിക് സ്പീക്കിങ്ങിന്റെ ഒക്കെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഇങ്ങനെ കുറെ കാര്യം മാഡം ഞാൻ ഇടയ്ക്ക് പോയോ? കേൾക്കുന്നില്ല. പറഞ്ഞു, സ്റ്റക്കായി. അതായത് നമ്മള് എന്താ പറയുന്നത്, ഇങ്ങനത്തെ ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ അപ്പൊ കേൾക്കുന്നു, എല്ലാവരും ഒന്ന് മോട്ടിവേറ്റ് ആവുന്നു, അത് കഴിഞ്ഞ് അത് ഓഫ് ചെയ്ത് പോകുന്നു. അല്ലാതെ നമ്മളുടെ ഒരു ഇൻവോൾവ്മെന്റ് സ്റ്റക്കായി മാഡം. അർച്ചന മാഡം സ്റ്റക്കായി. ഓഡിബിൾ അല്ലല്ലോ. അർച്ചന മാഡത്തിന് മാത്രം കുഴപ്പമെന്ന് തോന്നുന്നു. സാറ് പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ട്. സാറ് കണ്ടിന്യൂ ചെയ്തോളൂ. ഇനി ആരെങ്കിലും പറയാനുണ്ടെങ്കിൽ? വേണു സാർ. ഞാൻ അമേരിക്കയിൽ നിന്നാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. ഈ ടോപ്പിക്കിൽ ഞാൻ ജോയിൻ ചെയ്യാൻ കാരണം ഞാനൊരു 50 or 100 പബ്ലിക് സ്പീക്കിങ്ങിന്റെ വർക്ക്ഷോപ്സ് എൻ്റെ ഹോബിയായിട്ട് നടത്തിയിട്ടുണ്ട്. ഞാൻ മെഡിക്കൽ ഡോക്ടറാണ്, അതെൻ്റെ ഫുൾ ടൈം ഇതല്ല. അപ്പോൾ ഈ ടോപ്പിക്കിൽ അത്രയ്ക്ക് താല്പര്യമുള്ളതുകൊണ്ടാണ്. എന്താണ് അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ഒരുപാട് പേർക്ക് പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. അതിന് സജസ്റ്റ് ചെയ്ത ഈ ഒരുപാട് നമ്മുടെ നാട്ടിൽ ഉള്ളവർക്ക് നോളജ് ഇസ് നോട്ട് പവർ, ഓൺലി അപ്ലൈഡ് നോളജ് ഇസ് പവർ. ഇന്നിപ്പോൾ ഇദ്ദേഹം ഷബീർജി ടെഡ് ടോക്സ് കാണണമെന്ന് ഒരു അഡ്വൈസ് കൊടുത്തു. ദാറ്റ് ഈസ് ആൻ ഇൻഫർമേഷൻ ആൻഡ് എ നോളജ്. പക്ഷെ അത് ചെയ്യുന്നതിലേ ഉള്ളൂ പിന്നെ വിജയിക്കുന്നത്. പുള്ളിക്കാരൻ അത്രയും പറയാൻ പറ്റത്തുള്ളൂ. അതായത് യു ക്യാൻ ടേക്ക് എ ഹോഴ്സ് ടു വാട്ടർ, പിന്നെ ഹോഴ്സാണ് കുടിക്കേണ്ടത്. അതുപോലെ ടെഡ് ടോക്സിന്റെ പറഞ്ഞു, ഞാൻ ഇടയ്ക്ക് മുറക്കേക്ക് ടെഡ് ടോക്സ് കാണുന്ന ഒരു കക്ഷിയാണ്. അത് കാരണം ടെഡ് ടോക്സ് വെൽത്ത് ഓഫ് നോളജ് ആണ്, ഇൻഫർമേഷൻ ആണ്. അത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ യെസ്. പിന്നെ ഇറ്റ് ഈസ് എൻ്റെ ഒരു ഹംബിൾ സജഷൻ, ഈ ബറാക്ക് ഒബാമയെ കുറിച്ച് പറയുന്നത് നിർത്തണം. നമുക്ക് നമ്മുടെ നാട്ടിലുള്ള നാടൻ ഇതിനെ പറയുക. അതിൽ APJ അബ്ദുൽ കലാമിനെ പറഞ്ഞു യെസ് ഗുഡ്. ഈ ഒബാമ എന്ന് പറഞ്ഞാൽ നോ, അതായിട്ട് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല ആൾക്കാർക്ക്. അതുകൊണ്ട് ഇറ്റ് ഈസ് ബെറ്റർ ടു സ്റ്റോപ്പ് സൈറ്റിംഗ് ഒബാമയുടെ സക്സസ്. എന്തിന്? നമ്മുടെ നാട്ടിൽ തന്നെയുള്ള MM മണി എടുത്താൽ പോരെ. 3ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, എന്നിട്ടോ മന്ത്രിയായില്ലേ, MLA ആയി, മന്ത്രിയായി. അത് എന്താണ്? ആ കഴിവ്, പബ്ലിക് സ്പീക്കിംഗ് കഴിവുകൊണ്ടാണ്. അതല്ലാതെ ആൾക്കാർ ഓടിച്ചെന്ന് നേരെ MM മണിക്ക് വോട്ടിട്ടാണ്? ഇല്ല. അപ്പൊ ആംഗിളിൽ നോക്കണം. ഞാൻ അങ്ങനെയാണ് നോക്കുന്നത്. ദാറ്റ് ഈസ് ഹൗ ഐ അപ്രോച്ച് എനി സിറ്റുവേഷൻ. മറ്റാകുമ്പോ അയ്യോ അങ്ങേര് ലാ ഡിഗ്രി പഠിച്ചാണ് കേട്ടോ ബറാക്ക് ഒബാമ, അപ്പൊ നമ്മൾ ഒരു ലായറൊന്നും അല്ല, അപ്പൊ ലായ പഠിച്ചാലേ പറ്റത്തുള്ളൂ. APJ അബ്ദുൽ കലാം അയ്യോ ഒരുപാട് പഠിച്ച് എഞ്ചിനീയറിംഗ് മറ്റേതൊക്കെയാണ്, വലിയ സയന്റിസ്റ്റ് ആണ്. ഞാൻ അതൊന്നും അല്ല.
പോയി കിട്ടി. MM മണി, അയ്യോ MM മണി 3-ാം ക്ലാസ്സേ ഉള്ളൂ, ഞാൻ 10-ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. കോൺഫിഡൻസ് വരും. നേരത്തെ നിങ്ങൾ പറഞ്ഞ കോൺഫിഡൻസ് വരുന്നത് എപ്പോഴെന്നറിയാം? when you compare yourself to somebody else whose educational qualification is less than your own educational qualification. നമ്മളെക്കാളും കൂടുതൽ വിദ്യാഭ്യാസ യോഗ്യത ഉള്ള ഒരാളെ കമ്പയർ ചെയ്യുമ്പോൾ മോട്ടിവേഷൻ വരത്തില്ല. ഞാൻ ഇത്രയും പറഞ്ഞ് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. സോറി, ഇടയിൽ എൻ്റെ നെറ്റ് ഒരു ഇഷ്യൂ വന്നു, എനിക്ക് ലീവ് ആവേണ്ടി വന്നു. Am I audible? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇന്നത്തെ സെഷൻ വളരെ മനോഹരമായി തന്നെ സാറ് ഷബീർ സാറ് ഹാൻഡിൽ ചെയ്തു. ഇത്തരത്തിലുള്ള ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഇനിയും ഈ പബ്ലിക് സ്പീക്കിങ്ങിനെ കുറിച്ച് തന്നെ സാറ് പബ്ലിക് സ്പീക്കിങ്ങിലാണ് ഏറ്റവും കൂടുതൽ ക്ലാസ്സസ് ഒക്കെ എടുക്കുന്നുണ്ട് നമ്മുടെ വിൻബിളിലും. ഇപ്പൊ ലൈവ് സെഷൻ 2 എടുത്തു അല്ലേ ഷബീർ സാർ? 3 കഴിഞ്ഞു. ഇപ്പൊ നമുക്ക് സ്കൂളിൽ ഒരു സ്കൂളായിട്ട് ടൈപ്പ് ചെയ്ത് അവിടെ ക്ലാസ്സസ് എടുക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പൊ വളരെ മനോഹരമായി തന്നെ ആ ഒരു ഏരിയ പോകുന്നുണ്ട്. ഒരുപാട് ആളുകളിൽ ചേഞ്ച് വരുത്താൻ സാധിക്കട്ടെ ഷബീർ സാറിന്. അപ്പൊ ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ എനിക്കറിയാം നമുക്ക് പരിമിതികളുണ്ട് ഓൺലൈനിൽ പബ്ലിക് സ്പീക്കിങ്ങിനെ കുറിച്ച് സംസാരിക്കാൻ സാർ പറഞ്ഞ മാതിരി. എന്നാൽ കൂടിയും ഇടയ്ക്കൊക്കെ വന്ന് എല്ലാവരെയും ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുക. ഒരുപാട് വേണോ വേണ്ടേ എന്ന് വിചാരിച്ച് നിൽക്കുന്നവർക്കൊക്കെ മുൻപന്തിയിലേക്ക് വരാനും കാര്യങ്ങൾ ചെയ്യാനും അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. സോ താങ്ക് യു സോ മച്ച്. അതിനോടൊപ്പം തന്നെ ഇന്നത്തെ ഇൻട്രോ പറഞ്ഞ അനുജ മാമിനും വളരെ നന്നായിട്ട് തന്നെ കൂളായിട്ട് തന്നെ സ്വന്തം അനുഭവം പറയുകയും, അനസാർ പറഞ്ഞ മാതിരി സ്വന്തം അനുഭവം പറയുകയും അതിനോടൊപ്പം തന്നെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ട്രെയിനറിനെ വെൽക്കം ചെയ്യുകയും ചെയ്തു. ആൻഡ് ബാക്കി എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു ക്ലാസ് കേൾക്കാൻ വന്നതിനും സപ്പോർട്ട് ചെയ്തതിനും. ഓക്കെ, ഇത്തരത്തിൽ ഇനിയൊരു ട്രെയിനേഴ്സ് ടോക്കിന്റെ ഇനിയൊരു സെഷനിൽ വേറൊരു ടോപ്പിക്കും വേറൊരു ട്രെയിനറും ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അപ്പോഴും എല്ലാവരും വന്ന് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്. Thanks all. Good night.